ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഒരു കടൽക്കരയിൽ ഹനൂക്ക ആഘോഷങ്ങൾക്കായി ഒത്തുകൂടിയ യഹൂദന്മാർക്കെതിരെ വെടിവയ്പുണ്ടായി. 15 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമിയും കൂട്ടാളിയും അച്ഛനും മകനുമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു രാഷ്ട്രം രൂപീകരിക്കണം എന്ന പാലസ്തീനികളുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഈ നയമാണ് യഹൂദവിരുദ്ധ വികാരം വളരുന്നതിനുള്ള പ്രധാന കാരണമായി ഇസ്രായേൽ പ്രധാനമന്ത്രി കാണുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്നാണ് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി പ്രതികരിച്ചത്. ഓസ്ട്രേലിയയിൽ മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും യഹൂദന്മാർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തകർക്കുന്നതാണ് ഒറ്റപ്പെട്ട ഇത്തരം ആക്രമണങ്ങൾ. വളർന്നുവരുന്ന യഹൂദ വിരോധം ചൂണ്ടിക്കാട്ടിയാണ് ആക്രമണങ്ങൾ തുടരുന്നതിനെ ഇസ്രായേൽ ന്യായീകരിക്കുന്നത്. കുടിയേറ്റം നിയന്ത്രിക്കും എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. എന്നാൽ വിദേശികളുടെ സേവനങ്ങൾ എത്ര വലുതാണെന്ന് ട്രംപിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. 2000 മുതൽ $5000 വരെ ആയിരുന്നു സെപ്റ്റംബറിന് മുമ്പ് H-1B വിസയുടെ ഫീസ്. ഈ വിസയിലാണ് അമേരിക്കൻ കമ്പനികൾ സാങ്കേതിക വിദഗ്ധന്മാരടക്കമുള്ള വിദേശികളെ അമേരിക്കയിൽ എത്തിച്ചിരുന്നത്. ഒറ്റയടിക്ക് ഈ ഫീസ് $1,00,000 ട്രംപ് വർദ്ധിപ്പിച്ചത്. ഈ വർധനവ് മൂലം അമേരിക്കൻ കമ്പനികൾ റിക്രൂട്ട് ചെയ്യുന്ന വിദേശികളെ അമേരിക്കയിൽ എത്തിക്കുന്നതിൻ്റെ ചെലവ് 20 ഇരട്ടിയിൽ കൂടുതൽ വർദ്ധിച്ചു. ആരോഗ്യം, വിവരസാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധന്മാരായ തദ്ദേശീയരെ ആവശ്യാനുസരണം ലഭിക്കുന്നില്ല. വിസ ഫീസ് വർധനവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് 19 സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചു. ഇങ്ങനെ ഒരു വർധനവ് വരുത്താൻ കോൺഗ്രസിനു മാത്രമേ കഴിയൂ എന്നാണ് ഇവരുടെ വാദം. വർദ്ധിപ്പിച്ച ഫീസ് നൽകിയാൽ വ്യവസായങ്ങൾ തകരുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ 2 സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ സുപ്രീം കോടതി നിയമിക്കുന്ന സാഹചര്യം ഒഴിവായി. നിയമനാധികാരി ചാൻസലറായ സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്നാണ് വൈസ് ചാൻസലർ നിയമനം സുപ്രീം കോടതിയിൽ എത്തിയത്. നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പ് സമവായമുണ്ടായില്ലെങ്കിൽ നിയമനം സുപ്രീം കോടതി നടത്തും എന്നായിരുന്നു ഭീഷണി. സംസ്ഥാന സർക്കാരും ഗവർണറും നിർദ്ദേശിച്ച ഒരാളെ പരസ്പരം അംഗീകരിച്ചതോടെയാണ് പ്രതിസന്ധി ഒഴിവായത്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ജഡ്ജിയായിരുന്നു സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഭീമമായ ഫീസാണ് ഇവർക്ക് നൽകിയത്. സുപ്രീം കോടതിയിൽ കേസ് നടത്തിയതിൻ്റെ ചെലവും സർവകലാശാലകൾ നൽകണം. ഒരു വൈസ് ചാൻസലർ നിയമനത്തിന് ഇത്രയധികം ചെലവ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വൈസ് ചാൻസലർ ആകുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ബന്ധമായിരുന്നു വിവാദത്തിൻ്റെ അടിസ്ഥാനം. നേരത്തെ സമവായത്തിൽ എത്തിയിരുന്നെങ്കിൽ ഇത്രയും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമായിരുന്നില്ല.
റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിനുള്ള സാധ്യത തെളിയുന്നു. നാറ്റോ എന്ന സൈനിക സഖ്യത്തിൽ ചേരാൻ ഉക്രൈൻ അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് റഷ്യ യുദ്ധം പ്രഖ്യാപിച്ചത്. ഉക്രൈൻ നാറ്റോയിൽ അംഗമാകുന്നതോടെ നാറ്റോയുടെ പക്കലുള്ള ആയുധങ്ങൾ തങ്ങളുടെ അതിർത്തി വരെ എത്തും. ഉക്രൈൻ നാറ്റോയിൽ അംഗമാകുന്നതിനെ തടയാനാണ് റഷ്യ യുദ്ധം ആരംഭിച്ചത്. റഷ്യയുടെ ആക്രമണം തടയാനാണ് ഉക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് മുൻകൈയെടുത്തു നടത്തിയ ചർച്ചകളെ തുടർന്ന് അമേരിക്ക ഉറപ്പു നൽകിയാൽ നാറ്റോ പ്രവേശനത്തിനായി വാശി പിടിക്കില്ല എന്ന് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈനിൽ റഷ്യക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം എന്നതാണ് പുടിന്റെ മറ്റൊരാവശ്യം. ഈ പ്രദേശത്തിൻ്റെ അവകാശത്തെക്കാൾ ഉപരി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുൻഗണന നൽകണം എന്നാണ് അമേരിക്ക വാദിക്കുന്നത്. യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് സെലൻസ്കിയുടെ ചോദ്യം. പ്രസവവുമായി ബന്ധപ്പെട്ട എല്ലാ ആശുപത്രി ചെലവുകളും 2026 മുതൽ സൗജന്യമാക്കാനാണ് ചൈനയുടെ തീരുമാനം. കുടുംബം പോറ്റുന്നതിൻ്റെ ചെലവ് താങ്ങാനാവാത്ത വിധം ഉയരുന്നതിനാൽ വിവാഹം നീട്ടിക്കൊണ്ടുപോകുന്നവരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുന്നു. വിവാഹിതരായതിനു ശേഷം കുട്ടികൾ വേണ്ടെന്ന് വയ്ക്കുന്ന ദമ്പതികളുമുണ്ട്. ജനസംഖ്യയിൽ വൃദ്ധന്മാരുടെ അനുപാതം ഉയരുകയും യുവാക്കളുടെ അനുപാതം കുറയുകയും ചെയ്യുന്നു. ഈ വെല്ലുവിളികൾ നേരിടാനാണ് ചൈനയുടെ നീക്കം. കർശനമായി നടപ്പിലാക്കിയ ജനസംഖ്യാ നിയന്ത്രണമാണ് ചൈനയെ ഈ നിലയിൽ എത്തിച്ചത്. 1979 മുതൽ 2015 വരെ ഒരു കുടുംബത്തിന് ഒരു കുട്ടി എന്നതായിരുന്നു ചൈനയുടെ നയം. 2016 കുട്ടികളുടെ എണ്ണം 2 2021 അത് 3 ഉയർത്തി. എന്നിട്ടും പ്രതീക്ഷിച്ചതുപോലെ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടായില്ല. സമ്മാനങ്ങളും പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടും പഴയതുപോലെ ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തെത്താൻ ചൈനയ്ക്ക് കഴിയുന്നില്ല. ഒക്ടോബർ 10 ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ നിലവിൽ വന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇരു കൂട്ടരും വെടിനിർത്തലിന് തയ്യാറായത്. ഒറ്റപ്പെട്ട നിലയിൽ വെടിവയ്പ്പുകൾ ഉണ്ടായെങ്കിലും ഈ കരാറിന്റെ 1-ാം ഘട്ടം വിജയമായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഹമാസ് ആയുധം ഉപേക്ഷിക്കുക, ഗാസയുടെ സംരക്ഷണം, അന്താരാഷ്ട്ര സുരക്ഷാ സേനയെ ഏൽപ്പിക്കുക തുടങ്ങിയവ നടക്കേണ്ടത് 2-ാം ഘട്ടത്തിലാണ്. ഇസ്രായേൽ സൈന്യം പിന്മാറിയാൽ ആയുധം ഉപേക്ഷിക്കുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതുതായി രൂപീകരിക്കുന്ന അന്താരാഷ്ട്ര സുരക്ഷാ സേനയിലേക്ക് പാകിസ്ഥാൻ സൈനികരെ അയക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ട്രംപിനെ കൊള്ളാനോ തള്ളാനോ പറ്റാത്ത അവസ്ഥയിലാണ് പ്രതിരോധ സേനയുടെ തലവനായ ഫീൽഡ് മാർഷൽ അസീം മുനീർ. സൈനികരെ നൽകാതിരുന്ന ട്രംപ് പിണങ്ങും. ഹമാസിനെതിരെയുള്ള ഈ നടപടിയുമായി സഹകരിച്ചാൽ ജനപിന്തുണ നഷ്ടപ്പെടും. ട്രംപിനെ പിണക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. €200 ബില്യൺ റഷ്യ കരുതൽ ധനമായി യൂറോക്ലിയർ ബാങ്കിൽ സൂക്ഷിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് യൂറോക്ലിയർ. 2022 ഉക്രൈനെ ആക്രമിച്ചതിനെ തുടർന്നാണ് റഷ്യയുമായുള്ള പണമിടപാടിന് യൂറോപ്യൻ യൂണിയൻ നിരോധനം ഏർപ്പെടുത്തിയത്. മരവിപ്പിച്ച അക്കൗണ്ടിലുള്ള റഷ്യയുടെ കരുതൽ ധനം നൽകി ഉക്രൈനിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ചാണ്
ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നത്. ഉക്രൈനിനെ രക്ഷപ്പെടുത്താനും റഷ്യയെ ശിക്ഷിക്കാനുമാണ് ഈ നീക്കം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കം. മരവിപ്പിച്ച അക്കൗണ്ടിലുള്ള പണം തങ്ങൾക്കു കൈമാറണം എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നേതാക്കന്മാരോട് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടത്. ഈ പണം പിൻവലിച്ചാൽ റഷ്യയുടെ തിരിച്ചടി ഉണ്ടാകും എന്ന ഭയം മൂലമാണ് യൂറോപ്യൻ യൂണിയൻ തീരുമാനം നീട്ടിക്കൊണ്ടുപോകുന്നത്. ദക്ഷിണ കൊറിയയിലെ ദേശീയ ഇൻഷുറൻസ് പദ്ധതി വലിയ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. കഷണ്ടി ഒരു രോഗമായി കാണണം എന്ന് പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിന്റെ നിർദ്ദേശമാണ് ഈ പ്രതിസന്ധിക്ക് തിരികൊളുത്തിയത്. ഏതെങ്കിലും രോഗത്തിനുള്ള ചികിത്സയെ തുടർന്ന് മുടി കൊഴിയുന്നതിന് മാത്രമാണ് ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. ഏകദേശം 1 കോടി ആൾക്കാരെങ്കിലും ഓരോ വർഷവും കഷണ്ടിക്ക് ചികിത്സ തേടുന്നുണ്ട്. ദേശീയ ഇൻഷുറൻസ് പദ്ധതിയുടെ ബഡ്ജറ്റ് കമ്മി വളരെ വലുതാണ്. പുതിയ രോഗങ്ങൾ ഏറ്റെടുത്താൽ ഈ കമ്മി ഇനിയും വർദ്ധിക്കും. ജീവനു ഭീഷണിയാകുന്ന രോഗങ്ങളുടെ ചികിത്സയ്ക്കാണ് ഇൻഷുറൻസ് നൽകേണ്ടത് തുടങ്ങിയവയാണ് എതിർവാദങ്ങൾ. സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല തലമുടി മാറ്റിവെക്കുന്നത്. കഷണ്ടി ഗൗരവമായ ഒരു രോഗാവസ്ഥയാണ്. ഇതുമൂലം ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്യുന്ന നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രസിഡന്റിന്റെ വാദം. വിവാഹം കഴിക്കാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നതിലൂടെ ഒരു നിയമവും ലംഘിക്കപ്പെടുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ സഹവാസത്തെ കുറ്റമായി കാണാൻ കഴിയില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി വിധിച്ചത്. മാതാപിതാക്കളിൽ നിന്നും പോലീസിൽ നിന്നും സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ട് ഒരുമിച്ച് താമസിക്കുന്നവർ നൽകിയ ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ജീവിക്കുന്നവർക്ക് പിറക്കുന്ന കുട്ടികൾക്ക് മക്കളുടെ അവകാശങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന സംശയമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. അതോടൊപ്പം ഇത്തരം സഹവാസങ്ങൾ വിവാഹം എന്ന സങ്കല്പത്തെ തകർക്കുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ കോടതിക്കിടപെടാനോ മറ്റു പൗരന്മാർക്ക് നൽകുന്ന സംരക്ഷണം നിഷേധിക്കാനോ കഴിയില്ല എന്നും കോടതി വിശദീകരിച്ചു. വിവാഹമെന്ന സാമൂഹിക സ്ഥാപനത്തിനെതിരെയാണ് യുവതലമുറയുടെ നീക്കം. ഇസ്രായേലും ഈജിപ്തും ഒരു ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചു. 15 വർഷം കൊണ്ട് $35 ബില്യൺ എണ്ണ ഇസ്രായേലിൽ നിന്നും ഈജിപ്ത് വാങ്ങുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. ഈ കരാർ 2 രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാക്കും. ഹമാസ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഹമാസിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന രാജ്യമാണ് ഈജിപ്ത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുള്ള ഒരു അറബ് രാഷ്ട്രമാണ് ഈജിപ്ത്. ഇസ്രായേലിന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഈ ഉടമ്പടിയിൽ ഈജിപ്ത് ഒപ്പുവെച്ചത് വലിയ വിവാദമായിട്ടുണ്ട്. ഇത് ഒരു വ്യാപാര ഉടമ്പടി മാത്രമാണ്. ഗവൺമെന്റിനു പങ്കാളിത്തമില്ലാത്ത സ്വകാര്യ കമ്പനികളാണ് ഇസ്രായേലുമായി കരാർ ഉണ്ടാക്കിയത്. സാധാരണ ഇത്തരം ഇടപാടുകളിൽ പിന്തുടരുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നു ഈജിപ്തിൻ്റെ വിശദീകരണം. പാലസ്തീനിലെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ ഈ കരാർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.